വൻ സാമ്പത്തിക തട്ടിപ്പിന് പിന്നാലെ നടപ്പ് സാമ്പത്തിക വർഷം കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറവ് പദ്ധതി വിഹിതം ചെലവഴിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കോട്ടയം നഗരസഭ. 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കാൻ അവശേഷിക്കുന്നത് 2.5 മാസം മാത്രം. കോട്ടയം ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും 50%-ലധികം പദ്ധതി വിഹിതം ചിലവഴിച്ചപ്പോഴാണ് 14.56% മാത്രം ചിലവഴിച്ച് കോട്ടയം നഗരസഭ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. സർക്കാർ അനുവദിച്ച തുകയിൽ 90 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് DPCയുടെ അംഗീകാരം പോലും നഗരസഭയ്ക്ക് നേടാനായിട്ടില്ല. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ടിൽ 20 ലക്ഷം രൂപയും ചെലവഴിക്കാനുണ്ട്. വ്യക്തിഗത ആനുകൂല്യമായി ചെലവഴിക്കേണ്ട 6 കോടിയോളം രൂപയും അതേപടി അവശേഷിക്കുന്നു. ഫണ്ട് ചെലവഴിക്കേണ്ട സ്ഥിതി ഇങ്ങനെയാണെന്നിരിക്കെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം സംബന്ധിച്ച അവലോകന യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സണോ സെക്രട്ടറിയോ ഹാജരായില്ല. ഇരുവരുടെയും അസാന്നിധ്യം DPCയുടെ വിമർശനത്തിനും കാരണമായി. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനം പിന്നോക്കം പോകുമ്പോൾ ജില്ലയുടെ ആകെയുള്ള കണക്കിൽ ഇത് പ്രതിഫലിക്കുമെന്ന് DPC അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു പറഞ്ഞു. ഇന്നലെ DPCയുടെ പദ്ധതികളുടെ അംഗീകാരവും അതോടൊപ്പം തന്നെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂവും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ. അതിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ DPC മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകളും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം 14.5% മാത്രമാണ് ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്നത് അനിവാര്യ പദ്ധതി പോലും അവർ നിർവഹണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അത് മാത്രമല്ല, DPC മീറ്റിങ്ങിൽ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതുപോലെ തന്നെ സെക്രട്ടറി ഒന്നും പങ്കെടുക്കാതെ പ്ലാൻ ക്ലർക്കും അതോടൊപ്പം തന്നെ ഇന്നലെ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുമാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ റിവ്യൂ നടത്താനായിട്ട് അവർക്ക് എന്താണ് നടന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആളുകളായതുകൊണ്ട് എന്താണ് നടന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതുമാത്രമല്ല, നമ്മുടെ ജില്ലയിലെ ഒരു പദ്ധതി നിർവഹണം വരുമ്പോൾ സംസ്ഥാനത്തെ ജില്ലാ പദ്ധതിയുടെ നിർവഹണത്തിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് വരിക എന്നുള്ളത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. DPCയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ജില്ല മുന്നോട്ട് വരണമെങ്കിൽ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പദ്ധതിയുടെ നിർവഹണം പൂർത്തീകരിച്ചാലേ ഉള്ളൂ നമുക്ക് സംസ്ഥാനത്ത് ജില്ലയ്ക്ക് 1ാം സ്ഥാനമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് 2ാം സ്ഥാനമായിരുന്നു. പക്ഷേ ആ 2ാം സ്ഥാനത്തിലേക്കൊക്കെ നമുക്ക് എത്തണമെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂടി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് അത് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി പുറകെ പോയാൽ അത് ജില്ലയെ തന്നെ ബാധിക്കും. നമുക്ക് ജില്ലയുടെ എക്സ്പെൻഡിച്ചറിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ DPC മീറ്റിങ്ങുകളിലും കൃത്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റിവ്യൂ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്. അവരും അവരുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി ആണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറച്ച് തുക ചിലവഴിച്ച ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരിക്കും കോട്ടയം മുനിസിപ്പാലിറ്റി എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ പിന്നിലാവുകയും ചെയർപേഴ്സണും സെക്രട്ടറിയും DPC യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിനാൽ കോട്ടയം നഗരസഭയുടെ പദ്ധതി ചെലവുകൾ പ്രത്യേകം അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിലെ കണക്കുകളിൽ 211 കോടി രൂപയുടെ കുറവുണ്ടായെന്ന ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പദ്ധതി നിർവഹണത്തിലെ വീഴ്ചയുടെ പേരിൽ നഗരസഭയ്ക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്.